നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മാന്ത്രിക ലോകത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യവും ആകർഷകത്വവും ഒത്തുചേർന്ന കാഴ്ചയാണ് അരയന്നങ്ങൾ. വെള്ളത്തിലൊഴുകി നീങ്ങുന്ന തൂവെള്ള നിറമുള്ള ഈ പക്ഷികൾ കവികളുടെയും കലാകാരന്മാരുടെയും ഭാവനയ്ക്ക് എന്നും പ്രചോദനമായിട്ടുണ്ട്. അവയുടെ സൗന്ദര്യം, ശാലീനത, ഒപ്പം വിസ്മയിപ്പിക്കുന്ന ജീവിതരീതി എന്നിവ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഈ വീഡിയോയിൽ അരയന്നങ്ങളുടെ മനോഹരമായ ലോകത്തിലൂടെ ഒരു യാത്ര പോകാം. അവയുടെ ഉത്ഭവം മുതൽ വിവിധ ഇനങ്ങൾ, ജീവിതരീതി, സാംസ്കാരിക പ്രാധാന്യം എന്നിവയെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. അരയന്നങ്ങളുടെ ശാസ്ത്രലോകം. സിഗ്നസ് ജനുസിൽപ്പെട്ട വലിയ ജലപക്ഷികളാണ് അരയന്നങ്ങൾ. താറാവുകൾ, വാത്തകൾ എന്നിവ ഉൾപ്പെടുന്ന അനാത്രിഡേ കുടുംബത്തിലാണ് ഇവയുടെ സ്ഥാനം. 6 പ്രധാന ഇനങ്ങളാണ് ലോകമെമ്പാടുമായുള്ളത്. മ്യൂട്ട് സ്വാൻ, ട്രംപറ്റർ സ്വാൻ, ടണ്ട്ര സ്വാൻ, ബ്ലാക്ക് സ്വാൻ, ബ്ലാക്ക് നെക്ട് സ്വാൻ, കോസ്കോറോബ സ്വാൻ എന്നിവയാണവ. ഓരോ ഇനത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന്, ട്രംപറ്റർ സ്വാൻ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള പറക്കുന്ന പക്ഷികളിൽ ഒന്നാണ്. മ്യൂട്ട് സ്വാൻ യൂറോപ്പിലെ നദികളിൽ സാധാരണയായി കാണുന്ന ഇനമാണ്. ശരീരഘടനയും അതിജീവന തന്ത്രങ്ങളും. അരയന്നങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത് അവയുടെ നീണ്ട കഴുത്താണ്. ഭംഗിയുള്ള വളവുകളോടെയുള്ള ഈ കഴുത്ത് വെള്ളത്തിനടിയിലെ ആഹാരം കണ്ടെത്താൻ അവയെ സഹായിക്കുന്നു. 1.5 മീറ്റർ വരെ ഉയരവും 15 കിലോഗ്രാം വരെ ഭാരവും ഇവയ്ക്കുണ്ടാവാം. മ്യൂട്ട് സ്വാൻസിന്റെ തൂവെള്ള നിറവും ഓറഞ്ച് ചുണ്ടും കണ്ണിന് മുകളിലുള്ള കറുത്ത മുഴയും അതിന്റെ സൗന്ദര്യത്തെ എടുത്തു കാണിക്കുന്നു. ബ്ലാക്ക് സ്വാൻസിന്റെ കറുത്ത തൂവലുകളും ചുവന്ന കൊക്കും ഒരു വ്യത്യസ്ത ഭംഗി നൽകുന്നു. അവയുടെ ചിറകുകൾക്ക് ഏകദേശം 3 മീറ്റർ വരെ നീളമുണ്ടാകും. പറന്നുയരുമ്പോൾ അത് മനോഹരമായ കാഴ്ചയാണ്. ശക്തമായ ചിറകുകൾ പറക്കാനും വലിയ വേഗത്തിൽ സഞ്ചരിക്കാനും അവയെ സഹായിക്കുന്നു. ആവാസ വ്യവസ്ഥയും ഭക്ഷണരീതിയും. തടാകങ്ങൾ, നദികൾ, ചതുപ്പുനിലങ്ങൾ, തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് അരയന്നങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത്. ശുദ്ധജലവും കായൽ ജലവും ഉള്ള പ്രദേശങ്ങൾ ഇവയ്ക്ക് പ്രിയങ്കരമാണ്. സസ്യഭോജികളായ ഇവ വെള്ളത്തിനടിയിലെ സസ്യങ്ങൾ, വേരുകൾ, കിഴങ്ങുകൾ, ചിലതരം പുല്ലുകൾ എന്നിവയാണ് പ്രധാനമായും കഴിക്കുന്നത്. നീണ്ട കഴുത്തുപയോഗിച്ച് വെള്ളത്തിനടിയിൽ നിന്ന് ആഹാരം കണ്ടെത്താൻ ഇവ മിടുക്കരാണ്. ചിലപ്പോൾ ചെറിയ ഷെല്ലുള്ള ജീവികളെയും പ്രാണികളെയും ഇവ ആഹാരമാക്കാറുണ്ട്. പ്രജനനവും കുടുംബജീവിതവും. അരയന്നങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരേ ഇണയോടൊത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. ഇത് അവയുടെ വിശ്വസ്തതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള സമയത്താണ് ഇവ കൂടുണ്ടാക്കുന്നത്. കൂട് സാധാരണയായി ജലത്തിനടുത്തുള്ള സസ്യങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഒരു തവണ 3 മുതൽ 8 മുട്ടകൾ വരെയിടും. ഏകദേശം 35 മുതൽ 40 വരെ ദിവസത്തിനുള്ളിൽ മുട്ടകൾ വിരിയും. കുഞ്ഞുങ്ങൾക്ക് ചാരനിറമോ തവിട്ട് നിറമോ ആയിരിക്കും. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ സംരക്ഷിക്കും. ഏകദേശം 4 മുതൽ 5 വരെ മാസത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ പഠിക്കാൻ കഴിയും. ദേശാന്തര ഗമനവും അതിശയകരമായ യാത്രകളും. ചിലതരം അരയന്നങ്ങൾ ദേശാന്തര ഗമനം നടത്തുന്നവയാണ്. തണുപ്പുകാലത്ത് യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ തണുപ്പുകൂടിയ പ്രദേശങ്ങളിൽ നിന്ന് ചൂടുകൂടിയ തെക്കൻ പ്രദേശങ്ങളിലേക്ക് ഇവ കൂട്ടമായി പറന്നുപോകുന്നു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇവ നടത്തുന്ന ഈ യാത്ര അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. ഇവ കൂട്ടമായി പറന്നുപോകുന്നത് ആകാശത്ത് ഒരു മനോഹരമായ ചിത്രം വരയ്ക്കുന്നത് പോലെ തോന്നും. സാംസ്കാരിക പ്രാധാന്യം. ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളിൽ അരയന്നങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. സ്നേഹം, സൗന്ദര്യം, വിശുദ്ധി, വിശ്വസ്തത എന്നിവയുടെ പ്രതീകമായി പലപ്പോഴും അരയന്നങ്ങളെ കണക്കാക്കുന്നു. ദി അഗ്ലി ഡക്ലിംഗ് എന്ന പ്രശസ്തമായ കഥയിലെ നായകനാണ് അരയന്നം. റഷ്യൻ സംഗീതജ്ഞനായ ചൈക്കോവ്സ്കിയുടെ സ്വാൻ ലേക്ക് എന്ന ബാലെ ലോകമെമ്പാടുമുള്ളവരെ ആകർഷിച്ച ഒന്നാണ്. ഗ്രീക്ക്, റോമൻ പുരാണങ്ങളിലും അരയന്നങ്ങളെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. വെല്ലുവിളികളും സംരക്ഷണവും. അരയന്നങ്ങൾ മനോഹരമായ കാഴ്ചയാണെങ്കിലും അവ ഇന്ന് പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ആവാസ വ്യവസ്ഥയുടെ നാശം, മലിനീകരണം, വേട്ടയാടൽ എന്നിവ അവയുടെ എണ്ണത്തെ ബാധിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും അരയന്നങ്ങളെ സംരക്ഷിക്കാൻ നിയമങ്ങളും പദ്ധതികളും നിലവിലുണ്ട്. അവയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയും മലിനീകരണം തടയുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അരയന്നങ്ങൾ പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. അവയുടെ സൗന്ദര്യം, വിശ്വസ്തത, അതിജീവനശേഷി എന്നിവ നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്നു. ഈ മനോഹരമായ പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അടുത്ത തവണ ഒരു അരയന്നത്തെ കാണുമ്പോൾ അതിന്റെ സൗന്ദര്യത്തിനപ്പുറം ആ ജീവന്റെ പ്രാധാന്യം കൂടി നമുക്ക് ഓർമ്മിക്കാം. പ്രകൃതിയുടെ ഈ വരദാനം നമുക്ക് എന്നും കാത്തു സൂക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.
ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.